നായികയായിട്ട് കുറച്ചും കൂടി ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള നായിക വേണം, പുതുമുഖങ്ങളെ ഒന്നും കൊടുക്കണ്ട, അല്ല അങ്ങനത്തെ സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ല സത്യം പറഞ്ഞു. ഒരു വിഷമം വരും, സ്വാഭാവിക മനുഷ്യന്മാരല്ലേ. നമുക്ക് ആത്മവിശ്വാസമൊക്കെ എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചില പോയിന്റിൽ നമുക്ക് അയ്യോ എന്താ ഇങ്ങനെ അങ്ങനെയൊക്കെ തോന്നും. അവസരത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു നിസ്സഹായത ചൂഷണം ചെയ്യുക എന്ന് തന്നെയാണ് അത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല സിനിമ ഫീൽഡിന് മാത്രമാണോ അങ്ങനെ. എന്തുണ്ട് വിശേഷം? സുഖം. നമ്മൾ ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂ ഒക്കെ എടുത്താണ്, കുറച്ച് വിവാദമൊക്കെ ഉണ്ടാക്കിയിട്ട് പോയതാണ്. അതൊന്നുമില്ല, ഉള്ള കാര്യങ്ങൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പുതിയ സിനിമയുടെ പൂജയ്ക്കാണ് നമ്മൾ അഞ്ചുമന ക്ഷേത്രത്തിൽ കണ്ടത്. ഏതാണ് സിനിമ? സിനിമയുടെ ടൈറ്റിൽ റിവീൽ ചെയ്തിട്ടില്ല. വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, മണികണ്ഠൻ ചേട്ടനൊക്കെ ഒരു പ്രധാന വേഷം ചെയ്യുന്ന സിനിമയാണ്. നമ്മുടെ കൺട്രോളർ ശശി സാറിന്റെ മോനാണ് പുതുമുഖ നായകൻ. അപ്പോൾ പുള്ളിക്കാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഈ സിനിമയിൽ കൂടെ. ഡയറക്ടർ പുതിയ ആളാണ്, ശ്രീവന്ത് ക്രിയേഷൻസ് എന്നാണ് ബാനറിന്റെ പേര്. ഫസ്റ്റ് പ്രൊഡക്ഷൻ ആണ് അവരുടെ. ഫസ്റ്റ് പ്രൊഡക്ഷൻ മലയാളത്തിൽ. സത്യം പറഞ്ഞാൽ വളരെ അപ്രതീക്ഷിതമായിട്ട് എത്തിയതാണ്. ഇന്ന് പൂജയാണെങ്കിൽ ഇന്നലെയാണ് ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത്. അത് എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോയതാണ്. അപ്പോൾ ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട് എന്ന് പറഞ്ഞ് മുഖം കാണിക്കാൻ പോയപ്പോൾ പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പൂജയുണ്ട്, മൂവിയുടെ പൂജയുണ്ട്, നമുക്ക് കാസ്റ്റിംഗ് ആയിട്ടില്ല, നീ ഒന്ന് കാണുന്നോന്ന് ചോദിച്ചു. അപ്പോൾ കാണാമെന്ന് പറഞ്ഞു. പോകുന്നു, സാറിനെ കണ്ടു, കഥ പറഞ്ഞു, എനിക്ക് ഇഷ്ടമായി. അറിയില്ല ദൈവത്തിന്റെ, ഞാൻ തീരെ പ്രതീക്ഷയില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ ചെയ്ത മൂവി എനിക്ക് ഒരു തലയും വാലും ഉണ്ടായിരുന്നില്ല. പോയി കണ്ടു, സംസാരിച്ചു. സാറ് നല്ല അടിപൊളിയായിട്ട് നറേറ്റ് ചെയ്തു തന്നു. അതായത് വിഷ്ണു ചേട്ടന്റെ കഥാപാത്രമൊക്കെ പുള്ളി നറേറ്റ് ചെയ്തു തന്നു. ഒരു ത്രൂ ഔട്ട് ഹ്യൂമർ പരിപാടിയാണ്. ഭയങ്കര രസമുണ്ട്, കഥ അത്ര രസമുണ്ട്. അപ്പൊ വിഷ്ണു ചേട്ടനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവരിപ്പോ ഒരു നായിക കൂടി ഉണ്ട്, പ്രധാന ഒരു വേഷം കൂടി ഉണ്ട്. അപ്പൊ ആ കുട്ടീനെ നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനെക്കാട്ടിലും ഒരു ഇമ്പോർട്ടന്റ് കഥാപാത്രം ഉണ്ട്, അതായിട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. സാർ ഇങ്ങനെ ചോദിച്ചു, അവിടെ എല്ലാവരോടും ചോദിച്ചു ഇങ്ങനെ കുട്ടി ചെയ്താലോ വെച്ചാ എല്ലാവരും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് കിട്ടിയ ഒരു സംഭവം അല്ലേ? അങ്ങനെ അദൃശ്യമായിട്ട് വരുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമല്ലോ. അതെ, ഞാൻ ഇപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ല സത്യം പറഞ്ഞു. ഒരു ഇപ്പോഴും വിശ്വാസം കിളിപോയിരിക്കുകയാണല്ലേ? എനിക്ക് തോന്നുന്നു കുറെ സിനിമകൾ ചെയ്തു പറ്റില്ല. തമിഴിലും സിനിമകൾ ചെയ്തു. അപ്പൊ തമിഴില് വേറൊരു സിനിമയ്ക്കാണല്ലോ ചെന്നൈയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ആരുടെ സിനിമയായിരുന്നു അത്? ഞാൻ ഇപ്പൊ പറയുന്നില്ല, കുറച്ച് ആവട്ടെ. പ്രൊജക്ട് ഓൺ ആയിട്ടില്ല. നമ്മളെ പ്രഭുദേവ സാറിന്റെ ഒരു മൂവിയാണ്. പ്രഭുദേവിന്റെ കൂടെയാണോ? സാറിന്റെ കൂടെ തന്നെയാണ്. അല്ല, വലിയ ഭാഗ്യവതിയാണല്ലോ. പ്രഭുദേവിന്റെ കൂടെയാണ് അടുത്ത സിനിമ. പ്രൊജക്ട് ഓൺ ആയിട്ടില്ല, നമ്മളിപ്പോ സംസാരിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. അല്ല, അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചപ്പോൾ അത് ആയിട്ടുണ്ട്. ഒന്ന് വൈകി പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു തയ്യാറെടുപ്പ്. അപ്പൊ വേറൊരു സിനിമ വന്നു പെട്ടു. ആ സിനിമ എടുത്തോണ്ട് വേറെ സിനിമ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഇല്ല, അങ്ങനെ ചെയ്യായികൊന്നുമില്ല. ഞാനിപ്പോ സുമതി വളവ് ചെയ്യുന്നുണ്ട്, അഭിലാഷ് ചേട്ടന്റെ മൂവിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ദ്രജിത് സാറിന്റെ ഒരു മൂവി, അജു ചേട്ടൻ, ദിവ്യ പിള്ളൈ, റെബ, അവരെല്ലാവരും ചെയ്യുന്നൊരു മൂവി ഉണ്ട്. അത്യാവശ്യം നല്ലൊരു മൂവിയാണ്. കണ്ണൂരാണ് ഡയറക്ടറിന്റെ സ്ഥലം. ഇപ്പൊ ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് ഇപ്പൊ ഈ ഇന്ദ്രജിത് സാറിന്റെ മൂവിയാണ്. അതിനെക്കാട്ടിലും മുമ്പ് എനിക്ക് തോന്നുന്നു ഇന്ന് പൂജ നടന്ന നമ്മുടെ പ്രൊജക്ട് മിക്കവാറും സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ ആഴ്ച തുടങ്ങേണ്ടതായിരുന്നു. ഈ എല്ലാം കൂടി ഒന്ന് ഡേറ്റ്സ്, വിഷ്ണുവിന്റെ ഡേറ്റിന്റെ ഒക്കെ ഇച്ചിരി ക്ലാഷ് ഉള്ളതുകൊണ്ടാണ് ഇച്ചിരി വൈകിയത്. ഇപ്പം സിനിമയ്ക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിൽ സംസാരിച്ചാണ്. ഇപ്പൊ വേറെ പ്രഷർ കൂടെ ആണല്ലോ. സിനിമയ്ക്ക് വേണ്ടി ഒത്തിരി ഓടിയിട്ടുണ്ട്, ഒത്തിരി അലഞ്ഞിട്ടുണ്ട് അല്ലെ? ഒന്നും എവിടെയും എത്തിപ്പെടാതെ വരുമ്പോൾ ഒരു വിഷമമൊക്കെ എങ്ങനെയായിരുന്നു? വിഷമം വരും, സ്വാഭാവിക മനുഷ്യന്മാരല്ലേ. നമുക്ക് ആത്മവിശ്വാസമൊക്കെ എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചില പോയിന്റിൽ നമുക്ക് അയ്യോ എന്താ ഇങ്ങനെ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ഇതൊരു യാത്രയല്ലേ, കുറച്ചു നേരം ഇരിക്കുക, റെസ്റ്റ് എടുക്കുക, പിന്നെയും എണീച്ച് നടക്കുക, അങ്ങനെ അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ വിഷമിച്ചിരിക്കുക വെച്ചാൽ മാനസികമായിട്ടൊക്കെ കുറച്ച് ഇമോഷനൊക്കെ ഡൗൺ ആവുന്ന സമയങ്ങളൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ടല്ലോ. അതൊക്കെ തന്നെയുള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു മടുപ്പോ അല്ലെങ്കിൽ അയ്യോ എനിക്ക് വയ്യ അങ്ങനെയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ഈ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ചില സിനിമയിലൊക്കെ നമ്മളെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്ന കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ കൃത്യമായി നമുക്ക് തരേണ്ട പ്ലേസ് തന്നുകൊണ്ട് കഥാപാത്രങ്ങൾ. ചില സിനിമയ്ക്ക് നമ്മൾ പോകുമ്പോൾ അത് വേണ്ട, ആ ക്യാരക്ടർ കൊടുത്താൽ ശരിയാവില്ല, അങ്ങനെയൊക്കെ ഒരു സംസാര രീതികൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ല,
ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തമിഴ് ആ പ്രൊജക്റ്റ് സംസാരിച്ച പ്രൊജക്റ്റ് ആ സമയത്ത്, ഇതിപ്പോൾ സംസാരിച്ച് 2 വർഷമായി, പ്രൊജക്റ്റ് തുടങ്ങിയിട്ട് 2 വർഷമായി. അപ്പം നായികയായിട്ട് കുറച്ചും കൂടി ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള നായിക വേണം, പുതുമുഖങ്ങളെ ഒന്നും കൊടുക്കണ്ട, എല്ലാം അങ്ങനത്തെ സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കൊന്നും മാർക്കറ്റ് ഇല്ല എന്നാണ് പറഞ്ഞല്ലേ? അതായത് ചെയ്താലേ മാർക്കറ്റ് ഉണ്ടാവും. അതെ, ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട് അല്ലേ? നമ്മള് ചെയ്ത് കാണിക്കുമ്പോഴല്ലേ മാർക്കറ്റ് ഉള്ളു. അപ്പൊ അത് കൊള്ളാം അല്ലെ? അത്തരം അങ്ങനെ ഒരു വഴി ഈ പുതുമുഖങ്ങൾക്ക് വലിയ തടസ്സങ്ങളാണല്ലേ? വലിയ തടസ്സങ്ങളായിരിക്കും. അതെന്താ വെച്ചാൽ അത് ആരും തെറ്റ് പറയാനില്ല. കാരണം വലിയ വലിയ സിനിമയിൽ പെട്ടെന്ന് പുതിയൊരാളെ കൊണ്ടിടുമ്പോൾ ഇവർ എത്രത്തോളം അത് ഹാൻഡിൽ ചെയ്യുന്നുള്ളത് ആർക്കും ഒരു വിശ്വാസം, ഒരു ധൈര്യം ഉണ്ടാവില്ലല്ലോ. ഈ ഒത്തിരി സങ്കടങ്ങളിലൂടെ യാത്ര ചെയ്ത ഒരു വ്യക്തി തന്നെയാണ്. എനിക്കറിയാവുന്ന ഒത്തിരി സങ്കടങ്ങളിലൂടെ യാത്ര ചെയ്ത ആ സമയങ്ങളിലൊക്കെ നമുക്കൊന്ന് ഹെൽപ്പായി, ഒരു തണലായി നിന്ന ആരാണ്? ഒരുപാട് പേരുണ്ട് സത്യത്തിൽ. ഒരുപാട് മീൻസ് അങ്ങനെ ഒരുപാടല്ല, ഒരു വിരലിലുണ്ടാവുന്ന ഒരുപാട് പേരുണ്ട്. ആദ്യം അമ്മ, പിന്നെ കുറച്ച് നല്ല സുഹൃത്തുക്കൾ. അതായത് എൻ്റെ അടുത്ത് നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ഒരു, അറിയില്ല, മേ ബി സഹതാപോ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഒരു നിറഞ്ഞ സ്നേഹത്തോടു കൂടി നിന്നിരുന്ന വിരലിലുണ്ടാവുന്ന കുറച്ച് പേരുണ്ട്. കുറച്ച് പേര് ഉണ്ടായിരുന്നു. അവരിപ്പോഴും നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് അല്ലെ? ഈ സിനിമ ഇപ്പം വലിയ വിഷയങ്ങൾ നടക്കുന്ന മേഖലയായി മാറിയിരിക്കും സിനിമകൾ. എനിക്കൊന്ന് പണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഒരു അനുഭവം എന്നോട് പങ്കുവെച്ചാണ്, കൃത്യമായിട്ട് ഒരു അനുഭവം പങ്കുവെച്ചാണ്. അനുഭവം പ്രഷർ അറിഞ്ഞിട്ടുണ്ടാവും, ഇനി നമ്മളത് ആവർത്തിക്കുന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ഇപ്പോഴും ഈ സിനിമാ മേഖലയിൽ ഇത്തരം പ്രശ്നങ്ങൾ, ഇപ്പൊ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടായി, അതിൻ്റെ ഇടയ്ക്ക് ചില നടിമാർ എന്ന് അവകാശപ്പെടുന്ന, എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അവരെയൊക്കെ പ്രേമിൽ അത്രയും കണ്ടില്ല, അവരൊക്കെ വന്നിട്ട് പല വർഷങ്ങൾക്ക് മുമ്പുള്ള വലിയ കേസുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സത്യം പറഞ്ഞത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. കാരണം പ്രതീക്ഷിക്കാത്ത കുറേ പേരുടെ പേരുകളാണ് കേട്ടത്. നമ്മളൊക്കെ ആരാധിക്കുന്ന, ഭയങ്കരമായിട്ട് റെസ്പെക്ട്ഫുൾ ആയിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ പേര് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടലാണ്. പക്ഷെ ഇതിനൊന്നും സത്യാവസ്ഥ സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല, എനിക്കറിയില്ല. ഞാനതേക്കുറിച്ച് അന്വേഷിച്ചിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല. പിന്നെന്ന് വെച്ചാൽ എല്ലാ കോയിനും 2 വശങ്ങളും ഉണ്ടല്ലോ. അവിടെ 2 വശവും അറിയാതെ നമ്മളൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. പിന്നിപ്പോൾ എന്താ, ഇതിലിപ്പോൾ ആരും തെറ്റും ആരും ശരിയും ഒന്നും പറയാനില്ല. പലർക്കും പല അനുഭവങ്ങൾ, ഓരോ സാഹചര്യം. അതാണ് ഈ ഒരു അവസരത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു നിസ്സഹായത ചൂഷണം ചെയ്യുക എന്ന് തന്നെയാണ് അത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല സിനിമ ഫീൽഡിൽ മാത്രമാണോ അങ്ങനെ. അല്ല, IT ഫീൽഡ് ആയിക്കോട്ടെ, ഡോക്ടർ ഫീൽഡ് ആയിക്കോട്ടെ, സ്പോർട്സ് ഫീൽഡ് ആയിക്കോട്ടെ, ഡാൻസ് ഫീൽഡ് ആയിക്കോട്ടെ, ഏതിലാണെങ്കിലും ഒരു സുപ്പീരിയോറിറ്റി, ഡോമിനൻസ് എനിക്ക് തോന്നുന്നു ഉള്ളതാണ്, എല്ലായിടത്തിലും ഉള്ളതാണ്. പക്ഷെ നമ്മളെ ഫീൽഡ് ആകുമ്പോൾ ഇച്ചിരി കൂടി പറയാൻ കളർഫുൾ അതാണ് സത്യം. അല്ല, ഈ പറയുന്ന ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, അല്ലെ, വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്ര ഒരു പ്രതികരണം വരുന്നത്. അങ്ങനെ പ്രതികരിച്ചാൽ മതിയോ? അങ്ങനെ പ്രതികരിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ, ഇത് നിർത്താൻ ഇപ്പം ആരെ കൊണ്ട് പറ്റും? ഒരാൾ വിചാരിച്ചാൽ ശരിയാവും? ഇല്ല. ഒരാളോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ ശരിയാവുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. അല്ലെങ്കിൽ ഒരു സംഘടന വിചാരിച്ചാൽ ശരിയാവുന്ന കാര്യങ്ങളൊന്നും അല്ല ഇത്. ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളവർ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും, കണ്ടിന്യൂസ്ലി അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒരു മാറ്റം അനിവാര്യമാണ്. പക്ഷെ എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ചിന്തിച്ചിട്ട് ഒരു എത്തുപിടുത്തം കിട്ടിയിട്ടില്ല.